ഞാൻ രക്ഷിക്കപ്പെട്ടു വരുമ്പോ ഒരു കൊട്ടാരക്കരയിലുള്ള ഒരു കർത്തദാസൻ ഉണ്ടായിരുന്നു. ഒരു ഹാഫ് കൈ ഷർട്ടൊക്കെ ഇട്ട് രണ്ട് ചെവിയും കേൾക്കത്തില്ല. ഭയങ്കര പ്രവാചകനാ. വിദ്യാഭ്യാസമൊന്നുമില്ല. ഒരു കൈനറ്റ് കൊണ്ടേ വരും. അപ്പോൾ അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയ 200-ലധികം ആളുകൾ ദൈവസഭയിലുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ കണ്ണടച്ച പ്രസംഗിക്കുന്ന കണ്ണു തുറക്കത്തില്ല. ഇങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഏതെങ്കിലും ഒരു ദിക്കിലോക്കി നോക്കി കണ്ണു തുറക്കും. കണ്ണു തുറക്കുന്നിടത്ത് ദുരാത്മാക്കളെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് കൈ തൊടത്തില്ല, ശാസിക്കത്തില്ല, അടുത്തേക്ക് പോകത്തില്ല. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. ജഡം വിശുദ്ധമാണെങ്കിൽ ഈ ആരെയാ പിശാച് ഭയക്കുന്നേ? വചനം അറിയാവുന്നവനൊന്നും പിശാച് ഭയക്കത്തില്ല. പണ്ട് ഈ വാര്യാവര യോനാച്ചന്റെ അടുക്കൽ ഈ സ്തോത്രം തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് ഒരു സ്ത്രീയെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഭയങ്കര ഭൂതകളകുന്ന ഒരു സ്ത്രീയാ. എവിടോട്ടാ കൊണ്ടുവന്നു ഈ സ്ത്രീയോട് പറഞ്ഞിട്ടില്ല. ഇവളെ കയർ കെട്ടി കൊണ്ടുവരുമ്പോ ഇവള് വഴിത്തലക്കൽ വെച്ച് ബസ്സിനകത്ത് അലറി കരഞ്ഞിട്ട് പറഞ്ഞു, വാര്യാപുരത്ത് നിന്ന് ഒരു തീ വരുന്നല്ലോ. ഇവളോട് ആര് പറഞ്ഞു വാര്യാപുരത്ത് തീ ഉണ്ടെന്ന്? ഞാൻ പറയാം, നിന്റെ ജഡം വിശുദ്ധമാണെങ്കിൽ അത് ദുർഭൂത മണ്ഡലങ്ങൾക്കറിയാം. നിന്റെ ജഡം ശരിയാണെങ്കിൽ ഇരുളിന്റെ മേഖലകൾക്കറിയാം. ചെതുമ്പൽ ഇളകിയ മനുഷ്യൻ സെർഗിയോസ് പൗലോസിന്റെ കൊട്ടാരത്തിനകത്ത് ചെന്നപ്പോ കാലങ്ങളായി ഈ മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടൊരു വ്യാജ പ്രവാചകൻ എലിമാസ് ഇവിടെ ഇരുന്നു. ഒത്തിരി പേര് ഈ കൊട്ടാരത്തിൽ വന്നു. ആർക്കും പിടികിട്ടിയില്ല, ആർക്കും പിടിച്ചതുമില്ല. പക്ഷെ ചെതുമ്പൽ ഇളകിയ ഒരുത്തൻ കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോ പേര് ബർയേശു, സാധനം വേറെയാ. ഹല്ലേലൂയ. പേര് യേശുവിന്റെ മോൻ. പക്ഷെ ചെതുമ്പൽ ഇളകിയ കണ്ണുകൊണ്ട് നോക്കിയപ്പോ അവന്റെ മേലിരുന്ന വ്യാജാത്മാവിനെ പൗലോസ് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഫിലിപ്പിയൻ മണ്ണിൽ നിന്ന് 1-ാം തരം പ്രവചനം. നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ. നമ്മൾ 500 രൂപയും കൊടുത്ത് സഭയെ വിളിച്ചോണ്ട് പോകും. പൗലോസ് ചെതുമ്പലിളകിയ കണ്ടുകൊണ്ട് നോക്കിയപ്പോ ഇവളിൽ വ്യാപരിച്ചിരുന്ന വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞെങ്കിൽ ഞാൻ ഈ പകലിൽ പറയാം, എല്ലാമൊന്നും ദൈവാത്മാവല്ല. ചിലതിനെ വക തിരിച്ചറിയാൻ നിന്റെ കണ്ണിൽ നിന്ന് ചിലത് ഇളകി വീഴണം.